എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇന്ന് ഞാനൊരു അടിപൊളി എന്താ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റെന്നോ ലഞ്ചെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഞാനൊരു ചപ്പാത്തി റോളാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഇപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തു വിടാനോ ഓഫീസിൽ കൊണ്ടുപോകാനോ ഒക്കെ വളരെ പെട്ടെന്ന് ചെയ്യാനും കഴിക്കാനും കൊള്ളാവുന്ന ഒന്നാണിത്. അപ്പോൾ കുറേ വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതിന് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് ക്യാബേജ് പകുതിയാണ്. അത് നീളത്തിലരിഞ്ഞെടുക്കണം, ഇതുപോലെ, തീരെ പൊടിയായിട്ടല്ല. പിന്നെ ഇതൊരു ക്യാരറ്റാണ്, അത് നീളത്തിൽ. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇതൊരു 2 സവാള, അതും നീളത്തിലരിഞ്ഞാണ്. ഇത്രയും വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ ചപ്പാത്തിക്കകത്ത് വയ്ക്കാനുള്ള ആ മസാലയൊന്ന് റെഡിയാക്കിയതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കി നടുവിൽ വെച്ചിട്ട് റോളാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് കഴിക്കാനുണ്ടാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചോളൂ. ആദ്യം 1 സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു 1/4 സ്പൂൺ ജീരകം, നല്ല ജീരകം എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. അരിഞ്ഞു വെച്ച സവാള, അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ക്യാബേജ് അരിഞ്ഞതും കൂടി ചേർക്കാം. അപ്പോൾ ക്യാബേജിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതൊന്ന് അടച്ചു വെക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഇനി ഇത് പതുക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്.
ഇടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യണം. ഇതിലേക്ക് 1-2 സാധനങ്ങൾ കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഒരു 3/4 സ്പൂണുണ്ട്. നമുക്ക് അല്ലാതെ അരിഞ്ഞിടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്പം കുരുമുളക് പൊടി, ഗരം മസാല, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഒരു 3 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയ്ക്ക് പ്രത്യേകമായിട്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിനകത്തുള്ള എല്ലാം കൂടി ചേരുമ്പോൾ ഉപ്പ് കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇനി പ്യുവർ വെജിറ്റേറിയൻ ആണ്, മുട്ട ഒന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മുട്ട ചേർക്കുന്നതിന് മുമ്പുള്ള ആ സ്റ്റേജില്ല, അത് ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം അത് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. മുട്ട ചേർക്കാതെ ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കും. അപ്പോൾ ഇതിവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ചാൽ മാത്രം മതി. ഇത്രയും മതി. ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആവണ്ട. ചെറിയൊരു ഇത് വേണം. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ആദ്യം ചപ്പാത്തി വെച്ചിട്ട് സോസ് ഒഴിക്കാം.
ചുരുട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുരുട്ടി നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുപോകാം, കഴിക്കുകയും ചെയ്യാം, കുട്ടികൾക്ക് കൊടുത്തു വിടുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.